അധ്യാപികയാക്കാമെന്ന് പറഞ്ഞ് കൊല്ലം സ്വദേശിനിയിൽ നിന്നും സ്കൂൾ മാനേജർ 14 ലക്ഷം രൂപ വാങ്ങുകയും ജോലി നൽകാതിരിക്കുകയും ചെയ്ത കേസിൽ പാലക്കാട് സബ് കോടതിയാണ് CS സ്കൂളിനെ ജപ്തി ചെയ്തത്. ജപ്തിക്കെതിരെ സ്കൂൾ മാനേജർ അപ്പീൽ പോയിട്ടുണ്ട്. ഇതുപോലെ നിരവധി ആളുകളിൽ നിന്നും ജോലി വാഗ്ദാനം ചെയ്ത് പണം വാങ്ങി പിന്നീട് ജോലി നൽകാതിരിക്കുന്നുണ്ട്. ഏകദേശം 10ഓളം അധ്യാപകർക്ക് എൻ്റെ അറിവിൽ പൈസ കൊടുക്കാതെ നിൽക്കുന്നുണ്ട്. പലരും കേസ് കൊടുത്തിട്ടുണ്ട്, പലരും കോടതിയിലാണ്. ഇതിലൊരു അധ്യാപിക അവിടെ അറ്റാച്ച്മെന്റ് മേടിച്ചിട്ടുണ്ട് ഈ വിദ്യാലയത്തിൽ. നിലവിൽ 8 ഡിവിഷനുള്ള സ്കൂളിൽ പുതിയൊരു ഡിവിഷൻ ഉണ്ടാക്കി നിയമനം നടന്നിട്ടുണ്ട്. ഈ കുട്ടികളെ ഇതുവരെ സ്കൂളിൽ കണ്ടിട്ടില്ലെന്ന് അധ്യാപകർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. വ്യാജമായി ചേർത്ത കുട്ടികളുടെ കണക്കിൽ വരുന്ന ഉച്ചക്കഞ്ഞിക്കുള്ള അരി ഇവിടെ നിന്നും കടത്തുന്നതായും ആരോപണമുണ്ട്. ഈ അധ്യയന വർഷം ഉറുദു പഠിക്കുന്നതിനായി ഒരു കുട്ടി പോലും CS സ്കൂളിലില്ല. എന്നാൽ ഇവിടെ 5ാം ക്ലാസ്സിലെ 14 കുട്ടികളിൽ ഒരാൾക്ക് 2000 രൂപ തോതിൽ നൽകി ഉറുദു പഠിക്കാൻ സമ്മതമാണെന്ന സാക്ഷ്യപത്രവും രക്ഷിതാക്കളിൽ നിന്നും എഴുതി വാങ്ങിയിട്ടുണ്ട്. ഉറുദുവിന് പുതിയ അധ്യാപകനെ നിയമിച്ചതായും പരാതിയിൽ പറയുന്നു. PTA അധ്യക്ഷന്റെയും ചില എക്സിക്യൂട്ടീവ് മെമ്പർമാരുടെയും മക്കൾ സ്കൂളിൽ പഠിക്കുന്നില്ലെന്നും PTAക്ക് 2 ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്നും പരാതിയിലുണ്ട്. സഹോദരങ്ങളായ 3 മാനേജർമാർ തമ്മിലെ വടംവലിയാണ് അധ്യാപക നിയമനത്തിലെ പ്രശ്നങ്ങൾക്ക് കാരണം. ഇപ്പോഴത്തെ മാനേജർ സ്കൂളിൽ വരാറില്ലെന്നും മാനേജറുടെ പ്രതിനിധികളും സംഘവും ക്ലാസ്സിൽ കയറി തങ്ങളെ ചോദ്യം ചെയ്യുന്നതായും അധ്യാപകർ പരാതിപ്പെടുന്നു. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മുതൽ വകുപ്പ് മന്ത്രിക്ക് വരെ പരാതി അയച്ചെങ്കിലും ഇതുവരെ യാതൊരു നടപടിയും എടുത്തിട്ടില്ല. മീഡിയ 1 പാലക്കാട്.